ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ രക്തബാങ്ക് പദ്ധതിക്ക് അന്തിമ അംഗീകാരം. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിനു കീഴിലെ സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ്സ് കൺട്രോൾ ഓർഗനൈസേഷന്റെ അനുമതിയാണ് ലഭിച്ചത്. ഡെപ്യൂട്ടി ഡ്രഗ്സ് കൺട്രോളറുടെ പരിശോധന പൂർത്തിയായതിനു പിന്നാലെയാണ് പദ്ധതിക്ക് അന്തിമ അംഗീകാരം. ഭൗതിക സാഹചര്യങ്ങളും ജീവനക്കാരും യന്ത്രസംവിധാനങ്ങളുമെല്ലാം സജ്ജമാണ്. സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ്സ് കൺട്രോൾ ഓർഗനൈസേഷന്റെ അനുമതി ലഭിച്ചതോടെ രക്തബാങ്ക് ഉടൻ പ്രവർത്തനം തുടങ്ങാനാകും. പ്രതിമാസം 80 മുതൽ 100 യൂണിറ്റ് വരെ രക്തം ഇവിടെ സംഭരിക്കാനാകും. ജില്ലയിൽ സർക്കാർ മേഖലയിൽ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലും പാലക്കാട് ജില്ലാ ആശുപത്രിയിലുമാണ് രക്തബാങ്ക് ഉള്ളത്. ഒറ്റപ്പാലത്ത് രക്തബാങ്ക് തുടങ്ങുന്നതോടെ ഷൊർണൂർ, പട്ടാമ്പി, തൃത്താല ഉൾപ്പെടെ പടിഞ്ഞാറൻ മേഖലയ്ക്ക് ഏറെ പ്രയോജനകരമാകും. 5 വർഷം മുൻപ് പി. ഉണ്ണി MLA ആയിരുന്ന കാലത്ത് പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതിയാണിത്. കുട്ടികളുടെ കുത്തിവയ്പ് നടക്കുന്ന കെട്ടിടത്തിൻ്റെ മുകൾ നിലയിൽ 74 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇവിടേക്ക് ആവശ്യമായ ഉപകരണങ്ങൾ നേരത്തെ എത്തിയിട്ടുണ്ട്. ജീവനക്കാരുടെ നിയമനവും പൂർത്തിയായി. ദേശീയ ആരോഗ്യ ദൗത്യം മുഖേനയാണ് ജീവനക്കാരുടെ നിയമനം. ഡോക്ടർ, കൗൺസിലർ, ടെക്നിക്കൽ സൂപ്പർവൈസർ, ടെക്നീഷ്യൻ എന്നിവരെയാണ് നിയമിച്ചിട്ടുള്ളത്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.